ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ, വി ആർ ഡൂയിങ് ഗുഡ്. ഇന്നെന്താ പരിപാടി എന്നറിയോ? നോർമലി നമ്മൾ ഉപ്മാവൊന്നും രാവിലെ ഉണ്ടാക്കാറില്ല. പക്ഷേ ഉപ്മാവ് എനിക്ക് നല്ല ഇഷ്ടമാണ്. വെജിറ്റബിൾസ് ഒന്നും ചേർക്കാതെ എൻ്റെ ഉമ്മ ഉണ്ടാക്കുന്നൊരു ഉപ്മാവ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ രാവിലെ പറഞ്ഞു എനിക്കെന്തായാലും ഉപ്മാ ഉണ്ടാക്കി തരണമെന്ന്. അതുകൊണ്ട് ഉമ്മ ഉണ്ടാക്കി തരുന്നതാണ്. ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേറെ എന്തോ കഴിച്ചിട്ടുണ്ടായിരുന്നു. ലഞ്ചിന് വേണ്ടിയിട്ട് ചിക്കൻ ഷാലോ ഫ്രൈ ചെയ്തിട്ട് ഒരു മസാല ഉണ്ടാക്കണം. ഇത് നല്ല ടേസ്റ്റാണ്. ഒരു ടിക്കൊക്കെ ഇല്ലേ, അതിൻ്റെ ടേസ്റ്റാണ് ഈയുടെ ചിക്കൻക്ക്. പക്ഷേ അതിന് ചെറിയൊരു മസാല ഉണ്ടാവും. അതപ്പോൾ ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. സോ ഇന്നതാണ് ഉണ്ടാക്കുന്നത്. ഇതാദ്യമേ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി, കുറേ നേരം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ പെട്ടെന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ അതാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായിലാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കുറേ ഓയിൽ ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ചേ ഓയിൽ ഒഴിച്ചിട്ടുള്ളൂ. പിന്നെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിക്കുകയാണ്. അപ്പോൾ തന്നെ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. പിന്നെ അതൊന്ന് ജസ്റ്റ് ഡ്രൈ ആക്കി എടുക്കുകയാണ്. ഇതാണ് വേണ്ടത്. ഇപ്പോൾ ഞാനത് തന്നെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചിക്കനൊക്കെ ഓൾറെഡി കുക്കായിട്ടുണ്ട്. അതിന് ശേഷം അതിൽ ബാക്കി വന്ന മസാലയില്ലേ, അതിലേക്ക് ഉള്ളി, ക്യാപ്സിക്കം, തക്കാളി ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മസാല ആക്കിയെടുക്കുകയാണ്. എക്സ്ട്രാ മസാലപ്പൊടികളോ എരിവോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ ഒരു 2 പച്ചമുളക് ഇതിൽ ചേർത്താൽ മതി. ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ സോയ സോസും കൂടെ ചേർത്ത് കൊടുക്കണം. സോയ സോസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇവിടെ ഇരാഷിൻ്റെ ഡാഡിൻ്റെ സോങ്ങൊക്കെ നോക്കുകയാണ് ഇവിടെ വീഡിയോ. അവന് ഭയങ്കര ഇഷ്ടമാണ്. വേറെ കാർട്ടൂണിനേക്കാളും കൂടുതലിഷ്ടം അവൻ്റെ ഡാഡിനെ കാണുന്നതാണ്. ഇതിപ്പോൾ മിസ് ചെയ്യുമ്പോഴാണ് കൂടുതലും ചോദിക്കുന്നത്, ഡാഡ് എവിടെ പോയി, എപ്പോൾ വരും, അങ്ങനെയൊക്കെ ചോദിക്കും. ആളിപ്പോൾ സോങ്ങൊക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ ഡാഡയാ പാടുന്നത്, എൻ്റെ ഡാഡയാ, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ്. എല്ലാ കുട്ടികൾക്കും വാപ്പ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ധൈര്യമല്ലേ. കുട്ടികൾക്കല്ല, നമുക്കും അങ്ങനെയാണ്. എനിക്കായാലും ഇപ്പം നമ്മുടെ വാപ്പ എന്ന് പറയുമ്പോൾ ഒരു ധൈര്യം, എന്തോ വലിയ സംഭവം പോലെയാണ്. ആരില്ലെങ്കിലും വാപ്പ കൂടെ ഉണ്ടാവും, അങ്ങനെയൊക്കെ തോന്നാലുണ്ടാവും. എല്ലാവർക്കും അങ്ങനെയാണ്. ഇപ്പം ഞാൻ എന്നെക്കുറിച്ച് മാത്രം പറയുന്നതല്ല, എല്ലാവർക്കും അങ്ങനെയാണ്. പിന്നെ പെൺകുട്ടികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും അങ്ങനെ തന്നെയല്ലേ. വാപ്പ എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവനല്ലേ. വാപ്പമാരുടെ കാര്യത്തിലും അങ്ങനെയാണ്. ഒരു പെൺകുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് പ്രത്യേക ഇഷ്ടമുണ്ടാവും. ആൺകുട്ടികളെ ഇഷ്ടമല്ല എന്നല്ല, പക്ഷേ പെൺകുട്ടികളോട് ഒരു ചെറിയ സോഫ്റ്റ്നെസ് ഉണ്ടാവും. അവർ പെരുമാറുന്നതൊക്കെ ഭയങ്കര സോഫ്റ്റായിട്ടുണ്ടാവും. ഇത് ഞാൻ ശ്രദ്ധിച്ചതാണ്. പിന്നെ ഇന്നിതായിപ്പോൾ ഇളനീരിൻ്റെ ഐസ്ക്രീം ഉണ്ടാക്കുന്നുണ്ട്. എനിക്ക് പുറത്തൊക്കെ ഇളനീർ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ടെൻഡർ കോക്കനട്ടിൻ്റെ ഐസ്ക്രീം ട്രൈ ചെയ്യാണ്. ഇത് സക്സസ്ഫുൾ റെസിപ്പിയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. ഇളനീരിൻ്റെ പൾപ്പില്ലേ, അതിലേക്ക് വെള്ളമൊന്നും ചേർക്കാണ്ട് ഓൺലി കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കുകയാണ്. പഞ്ചസാര വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം. പക്ഷെ ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതാകുമ്പോൾ നല്ല റിച്ച് ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അങ്ങനെ നല്ലതുപോലെ അരച്ചെടുത്തതിന് ശേഷം വിപ്പിംഗ് ക്രീം എടുക്കുകയാണ്. ഞാനിവിടെ ഫിയാനോയുടെ വിപ്പിംഗ് ക്രീമാണ് എടുക്കുന്നത്. കുറച്ച് വിപ്പിംഗ് ക്രീം എടുത്തു. അതിലേക്ക് വേണമെങ്കിൽ പിന്നെയും മധുരം വേണമെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ഇതിന് അത്യാവശ്യം നല്ല മധുരമാണ്. കൂടുതൽ മധുരമൊന്നും ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഇതിപ്പോൾ ക്രീമൊന്നും നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കേക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ബീറ്റ് ചെയ്യുമല്ലോ തിക്കാക്കിയിട്ട്, അത്രയും തിക്കാക്കിയിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കുറച്ച് ലൂസായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മൾ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഒന്ന് തിക്കായപ്പോൾ ഇതിലേക്ക് നമ്മൾ ഓൾറെഡി ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഇളനീരില്ലേ, ഇളനീറും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ മിക്സില്ലേ, അത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഇപ്പോൾ ക്രീമും ഇളനീരിൻ്റെ പൾപ്പും നല്ലതുപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമ്മളിപ്പോൾ ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിനിടയിലായിട്ട് ഞാൻ കുറച്ച് കാഷ്യൂനട്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ചെറുതായിട്ടൊരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഇളനീരിൻ്റെ ഞാൻ ചെറിയ ചെറിയ പീസാക്കി ഓൾറെഡി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
എങ്ങനെ കുറച്ച് ക്രീമും കുറച്ച് നട്ട്സും ഇതുപോലെ ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇളനീരിൻ്റെ ചെറിയ പീസസ് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് ഇട്ട് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ ഐസ്ക്രീം കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതും വായിൽ കിട്ടും. അതാകുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് അത് ഞാൻ കുറച്ച് അധികം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറുതാക്കി പൊടിച്ച് വെച്ചിട്ടുള്ള നട്ട്സൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു 8 hours ഫ്രിഡ്ജിൽ ഞാനൊന്ന് തണുപ്പിച്ചെടുക്കുകയാണ്. ഫ്രീസറിൽ വെച്ചിട്ടാണ് കേട്ടോ തണുപ്പിച്ചെടുക്കുന്നത്. 8 മണിക്കൂർ ആയതിന് ശേഷമാണ് ഇതിപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നത്. അതുവരെ ഞാൻ നല്ലതുപോലെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കുമ്പോണ്ടല്ലോ എനിക്കെന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. കാരണം ഇത് അതേ ഐസ്ക്രീമിൻ്റെ ടെക്സ്ചറായിരുന്നു. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ആയിരുന്നു. വീട്ടിലെല്ലാവരും കഴിച്ചിട്ട് നല്ല റിവ്യൂ ആണ് പറഞ്ഞത്. പിന്നെ വീടിൻ്റെ പുറത്ത് ജസ്റ്റ് പറമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. വാപ്പാൻ്റെ കൂടെയാണ് കേട്ടോ. വാപ്പ പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളും പോയി. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഉണ്ടല്ലോ, ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് പുറത്ത് പോയിട്ടുണ്ടായിരുന്നു ചായ കുടിക്കാനായിട്ട്. ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ കുട്ടി വിശേഷം. ഇതേതാ ടീ എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ഇതൊരു ഫേമസ് ടീ ആണ്. പിന്നെ ഉണ്ടല്ലോ, നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും ഇൻഷാ അല്ലാ പുതിയൊരു വിശേഷവുമായിട്ട് പുതിയ വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.